പ്രിയമുള്ളവരെ, ഏവർക്കും എൻ റൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സാക്ഷരതാ മിഷൻ നടത്തുന്ന 10ാം തരം തുല്യതാ പരീക്ഷയിൽ സാമൂഹ്യശാസ്ത്രം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാമൂഹ്യശാസ്ത്രം എന്ന വിഷയത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അധ്യായം 11 ശിലാമണ്ഡലമാണ്. മുൻ ക്ലാസ്സുകൾ കാണാത്തവർ അത് കാണുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോകാം. അധ്യായം 11 ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ്, ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. ശിലാമണ്ഡലം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഭൂമി വിവിധ മണ്ഡലങ്ങളായി തിരിച്ചിട്ടുണ്ട്. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നിവയാണ് പ്രധാനമായിട്ടും അറിയപ്പെടുന്നത്. ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ മണ്ഡലങ്ങളാണ് ഈ 3 മണ്ഡലങ്ങളും. അപ്പോൾ ജലം, വായു എന്നിവ ഏറ്റവും അധികം കാണുന്നത് ഗ്രഹങ്ങളിൽ ഭൂമിയിലാണ്. ഭൂമിയാണ് സാധാരണഗതി ജീവനുള്ള ഗ്രഹം എന്നതിൽ ഭൂമിയാണ് അറിയപ്പെടുന്നത്. ഈ ഭൂമിയെ നമ്മൾ മുറിച്ചാൽ അനേകം തട്ടുകളായി കാണപ്പെടുന്നു. അപ്പോൾ ഭൂമിയുടെ ഉള്ളറയെ നമ്മൾ മുറിച്ചെടുക്കുകയാണെങ്കിൽ പ്രധാനമായും 4 ഭാഗങ്ങളായി കാണും. ഒന്നാമത്തേത് ഏറ്റവും പുറമേയുള്ള ഭൂവൽക്കം, രണ്ടാമത്തേത് മാൻഡിൽ, മൂന്നാമത്തേത് പുറംകാമ്പ്, നാലാമത്തേത് അകക്കാമ്പ്. അപ്പോൾ ഭൂമിയെ നമ്മൾ മുറിച്ചെടുത്താൽ പ്രധാനമായും 4 ഭാഗങ്ങളാണ്. 1 ഭൂവൽക്കം, 2 മാൻഡിൽ, 3 പുറക്കാമ്പ്, 4 അകക്കാമ്പ് അല്ലെങ്കിൽ കാമ്പ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഭാഗം. ഭൂവൽക്കം എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന ഭാഗമാണ് ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ഭൂവൽക്കം. ഏറ്റവും കനം കുറഞ്ഞ ഭാഗവും കട്ടി കുറഞ്ഞ ഭാഗവും ഭൂവൽക്കമാണ്. ഭൂവൽക്കത്തിന് ശരാശരി 40 കിലോമീറ്റർ കനമാണുള്ളത്. ഈ ഭൂവൽക്കത്തെ 2ആയി തിരിച്ചിരിക്കുന്നു. ഒന്ന് വൻകര ഭൂവൽക്കം എന്നും മറ്റൊന്ന് സമുദ്രതട ഭൂവൽക്കം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിന് ഏകദേശം 40 കിലോമീറ്റർ ആണ് ആഴമുള്ളത്, കനമുള്ളത്. ആ ഭൂവൽക്കത്തെ നമ്മൾ 2ആയി തിരിച്ചിരിക്കുന്നു. ഒന്ന് വൻകര ഭൂവൽക്കം എന്നും മറ്റൊന്ന് സമുദ്രതട ഭൂവൽക്കം എന്നും അറിയപ്പെടുന്നു. സിലിക്ക, അലൂമിനിയ എന്നീ മൂലകങ്ങളാൽ നിർമ്മിതമായ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് അറിയപ്പെടുന്നു. സിലിക്ക, അലൂമിനിയ എന്നീ മൂലകങ്ങളാൽ നിർമ്മിതമായ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്നും അതുപോലെ തന്നെ സിലിക്ക, മഗ്നീഷ്യ എന്നിവയാൽ നിർമ്മിക്കപ്പെട്ട കടൽത്തറ അല്ലെങ്കിൽ സമുദ്രതല ഭൂവൽക്കത്തെ സിമ എന്നും വിളിക്കുന്നു. അപ്പോൾ ഭൂവൽക്കത്തെ നമ്മൾ 2ആയി തിരിച്ചു. ഒന്ന് വൻകര ഭൂവൽക്കം എന്നും മറ്റൊന്ന് സമുദ്രതട ഭൂവൽക്കം എന്നും അറിയപ്പെടുന്നു. വൻകര ഭൂവൽക്കത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് സിയാൽ, അതുപോലെ തന്നെ ഏതൊക്കെയാണ്, സിലിക്ക, അലൂമിനിയ എന്നിവ ചേർന്ന സിയാൽ കൊണ്ടും, എന്നാൽ സമുദ്രതല ഭൂവൽക്കത്തെ നിർമ്മിച്ചിരിക്കുന്നത് സിലിക്ക, മഗ്നീഷ്യം എന്നിവ കൊണ്ടുമാണ്. അതുകൊണ്ട് ഇവയെ സിയാൽ എന്നും സിമ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഒന്നാമത്തെ ഭാഗമാണ് ഭൂവൽക്കം. രണ്ടാമത്തേത് മാൻഡിൽ. ഭൂവൽക്കത്തിന് തൊട്ടു താഴെയായി ഏകദേശം 2900 കിലോമീറ്റർ വരെ ആഴത്തിൽ കാണപ്പെടുന്ന ഭാഗമാണ് മാൻഡിൽ. ഭൂവൽക്കത്തിന് തൊട്ടു താഴെ എന്ന് വെച്ചാൽ 40 കിലോമീറ്റർ വരെയാണ് ഭൂവൽക്കമുള്ളത്. അത് കഴിഞ്ഞ് അടുത്ത ഭാഗമാണ് മാൻഡിൽ. മാൻഡിലിന്റെ ആഴം എന്ന് പറയുന്നത് 2900 കിലോമീറ്റർ വരെയാണ്. സിലിക്കൺ സംയുക്തങ്ങളാൽ നിർമ്മിതമായ ഉപരിമാൻഡിൽ ഖരാവസ്ഥയിലും ലോഹങ്ങളാലും സിലിക്കണാൽ നിർമ്മിതമായ
അധോമാൻഡിൽ അർദ്ധദ്രാവകാവസ്ഥയിലുമാണ്. അപ്പോ സിലിക്കൺ സംയുക്തങ്ങളാൽ നിർമ്മിതമായ ഏതാണ് ഉപരി മാൻഡിൽ എന്ന് പറഞ്ഞാൽ ഭൂവൽക്കത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം, അത് ഖരാവസ്ഥയിലായിരിക്കും. എന്നാൽ ലോകങ്ങളും സിലിക്കണും ചേർന്ന് നിർമ്മിക്കപ്പെടുന്ന അധോമാൻഡില് അർദ്ധദ്രാവകാവസ്ഥയിലുമാണ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഭൂവൽക്കത്തിൽ ചേർന്ന് നിൽക്കുന്ന ഭാഗം ഖരാവസ്ഥയിലായിരിക്കും, ഉള്ളിലോട്ടുള്ള ഭാഗം അർദ്ധദ്രാവകാവസ്ഥയിലുമായിരിക്കും. മൂന്നാമത്തെ ഭാഗമാണ് കാമ്പ് എന്ന് പറയുന്ന അകക്കാമ്പ്, പുറംകാമ്പ്. 2900 കിലോമീറ്റർ മുതലാണ് കാമ്പ് ആരംഭിക്കുന്നത്. 2900 കിലോമീറ്റർ മുതലാണ് കാമ്പ് ആരംഭിക്കുന്നത്. അത് ഭൗമ കേന്ദ്രം വരെ കാണും. ഏകദേശം 6371 കിലോമീറ്റർ വരെ കാമ്പ് വ്യാപിച്ചിരിക്കുന്നു. ഈ കാമ്പിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് പുറംകാമ്പ്, മറ്റൊന്ന് അകംകാമ്പ്. അപ്പോ 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെയാണ് കാമ്പ്. ഈ കാമ്പിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് പുറംകാമ്പ്, മറ്റൊന്ന് അകംകാമ്പ്. അതില് അകംകാമ്പ് എന്താണ്? ഭാഗ്യസമ്മർദ്ദങ്ങളാൽ ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഇരുമ്പ്, നിക്കൽ എന്നീ ലോകങ്ങൾ കൊണ്ട് നിർമ്മിതമായതിനാൽ ഭൂമിയുടെ കാമ്പിന് നിഫെ എന്ന് വിളിക്കാറുണ്ട്. അപ്പോ ഭൂമിയുടെ ഈ കാമ്പിന്റെ വേറൊരു പേര് നിഫെ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താ കാര്യം? ഇരുമ്പ് അല്ലെങ്കിൽ അയൺ, അതുപോലെ തന്നെ നിക്കൽ എന്നീ ലോകങ്ങൾ കൊണ്ട് നിർമ്മിതമായതാണ് ഭൂമിയുടെ കാമ്പ്. അതുകൊണ്ട് ഈ കാമ്പിനെ നിഫെ എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. അപ്പോ ഭൂമിയെ തട്ടുകളായി തരംതിരിച്ചിരിക്കുന്നു. ഏറ്റവും പുറമേയുള്ള ഭാഗം ഭൂവൽക്കമാണ്, രണ്ടാമത്തെ ഭാഗം മാൻഡിലാണ്, മൂന്നാമത്തേത് കാമ്പാണ്. ഇത് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ശിലാമണ്ഡലം. നമ്മുടെ അധ്യായത്തിന്റെ പേര് എന്താണ്? ശിലാമണ്ഡലം എന്നാണ്. അപ്പോൾ ആ ശിലാമണ്ഡലം പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഭൂമിയുടെ ഘടനയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോ ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്ന ശിലാനിർമ്മിതമായ പുറംപാളിയെയാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഭൂവൽക്കവും മാൻഡിലിന്റെ പുറംഭാഗവും ചേർന്ന ശിലാമണ്ഡലമാണ് ഭാഗമാണ് ശിലാമണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏകദേശം 60 മുതൽ 100 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ കനം. നമ്മൾ നേരത്തെ പറഞ്ഞത് ഭൂവൽക്കത്തിന്റെ കനം എത്രയാണ്? 40 കിലോമീറ്റർ വരെയാണ്. ആ 40 കിലോമീറ്ററിന് ശേഷം പിന്നെ എന്ത് ചെയ്തു? 60 കിലോമീറ്റർ, അതായത് 100 കിലോമീറ്റർ വരെയാണ്. ഏതിന്റെ? 60 മുതൽ 100 കിലോമീറ്റർ വരെയാണ് ശിലാമണ്ഡലത്തിന്റെ കനം. ആ ശിലാമണ്ഡലത്തിന്റെ എന്താണ്? തൊട്ടു താഴെയായിട്ട് വസ്തുക്കൾ ഉന്നത താപത്താൽ അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നു. ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് വസ്തുക്കള് അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നു. അതിനാൽ ഈ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോ ശിലാമണ്ഡലത്തിന്റെ എന്താണ്? എവിടെയാണ്? ശിലാമണ്ഡലത്തിന്റെ ഉള്ളിലായിട്ട്, അതായത് ശിലാമണ്ഡലം താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗം അർദ്ധദ്രാവകാവസ്ഥയിലായിരിക്കും. അതിനെയാണ് അസ്തനോസ്ഫിയർ എന്ന പേര് അറിയപ്പെടുന്നത്. നമുക്കറിയാം, ഈ അഗ്നിപർവ്വതത്തിന്റെ ഫലമായി വരുന്ന ആ ആ ലാവയൊക്കെ വരുന്നത് അവിടെ നിന്നാണ്. അപ്പോ ശിലാമണ്ഡലം എന്തെന്ന് ചോദിച്ചാല് ഭൂവൽക്കത്തിന്റെയും മാൻഡിലിന്റെയും ഉപരിഭാഗങ്ങൾ ചേർന്നുണ്ടാകുന്ന ശിലാനിർമ്മിതമായ ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഇത് 60 കിലോമീറ്റർ വരെ 100 കിലോമീറ്റർ വരെയാണ് കാണപ്പെടുന്നത്. ശിലാമണ്ഡലത്തിന് താഴെ അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗത്തെയാണ് അസ്തനോസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത്, എന്താണ് ശിലകൾ? എന്താണ് പാറ? എന്താണ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ, ഭൂമിയുടെ ഖരരൂപത്തിലുള്ള പുറംപാളികളെയാണ് നമ്മൾ ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഭൂമിയുടെ ഖരരൂപത്തിലുള്ള പുറംപാളിയാണ് എന്ത് പറയുന്നത്? ശിലാമണ്ഡലം എന്ന് പറയുന്നത്. കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ ഭാഗമാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്.
ആ ശിലാമണ്ഡലത്തെ രൂപീകരണ പശ്ചാത്തലം അടിസ്ഥാനമാക്കി പ്രധാനമായും 3ആയി തിരിച്ചിരിക്കും. അപ്പം ഇവിടെ പുറമേയുള്ള എന്താണ് കട്ടിയുള്ള ഭാഗം അല്ലെങ്കിൽ ഖരരൂപത്തിലുള്ള ഭാഗത്താണ് നമ്മൾ പാറ എന്ന് പറയുന്നത്. പാറ എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള ഭാഗമാണ്. അതിനെ പ്രധാനമായും നമ്മൾ 3ആയി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് ആഗ്നേയശിലകൾ, 2 അവസാദ ശിലകൾ, മൂന്നാമത്തേത് കായാന്തരിത ശിലകൾ. ആഗ്നേയ ശിലകൾ എന്നും അവസാദ ശിലകൾ എന്നും കായാന്തരിത ശിലകൾ എന്നും ശിലകളെ നമ്മൾ 3ആയി തിരിച്ചിരിക്കുന്നു. എന്താണ് ആഗ്നേയശില എന്ന് പറഞ്ഞാൽ? അഗ്നിപർവ്വതങ്ങളിലൂടെയോ അല്ലാതെയോ ഭൗമോപരിതലത്തിലുള്ള ലാവ പുറത്തേക്ക് വരികയും അവ ഉറഞ്ഞ് ശിലയായി മാറുകയും ചെയ്യുന്നു. അതിനെയാണ് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. അഗ്നിപർവ്വതത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ശിലകളെ പറയുന്ന പേരാണ് ആഗ്നേയ ശിലകൾ. ബസാൾട്ട്, ഗ്രാനൈറ്റ് എന്നിവയൊക്കെ അതിന് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ്. രണ്ടാമത്തേത് അവസാദ ശിലകൾ. ശിലകളോ സസ്യങ്ങളോ ജന്തുക്കളുടെ അവശിഷ്ടങ്ങളോ താഴ്ന്ന പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ശിലകളാണ് അവസാദ ശില. ശിലകൾ, അതുപോലെ തന്നെ സസ്യങ്ങൾ, ജന്തുക്കൾ എന്നിവയുടെ അവസാദങ്ങൾ അടിഞ്ഞുകൂടി താഴ്ന്ന ഭാഗത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള ശിലകളാണ് അവസാദ ശിലകൾ. ചുണ്ണാമ്പുകല്ല്, മണൽക്കല്ല്, കൽക്കരി എന്നിവ അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. അപ്പോ അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ശിലകളാണ് ഇത് അവസാദ ശിലകൾ. അടുത്തത് കായാന്തരിത ശിലകൾ. ആഗ്നേയ ശിലകൾക്കും അവസാദ ശിലകൾക്കും രൂപഭേദം സംഭവിക്കുന്നു. ആഗ്നേയ ശിലകൾക്കും അവസാദ ശിലകൾക്കും രൂപഭേദം സംഭവിച്ച് അല്ലെങ്കിൽ രൂപമാറ്റം സംഭവിച്ച് മർദ്ദത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് വായു പ്രവാഹത്തിൻ്റെയോ ഒക്കെ ഫലമായിട്ട് മാറ്റങ്ങൾ സംഭവിച്ചുണ്ടാകുന്ന ശിലകളെയാണ് കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത്. നൈസ്, മാർബിൾ, ഷീറ്റ്സ് തുടങ്ങിയവയൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ശിലകൾ പ്രധാനമായും 3 1 ആഗ്നേയശില, 2 അവസാദശില, 3 കായാന്തരിത ശില. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സാധാരണഗതിയിൽ ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ്. ശിലകൾ ഏതെല്ലാം, അതിനെക്കുറിച്ച് വിവരിക്കുക എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ശിലകൾ പ്രധാനമായും 3 1 ആഗ്നേയശില, 2 അവസാദശില, മൂന്നാമത്തേത് കായാന്തരിത ശില. വളരെ പ്രധാനപ്പെട്ടതാണ്. ആഗ്നേയശില എന്ന് പറഞ്ഞത് അഗ്നിപർവ്വതത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ലാവകൾ പുറത്തേക്ക് വന്ന് ഘനീഭവിച്ചുണ്ടാകുന്ന ശിലകളെയാണ് ആഗ്നേയശില എന്ന് പറയുന്നത്. നമുക്ക് ചുരുക്കി പഠിക്കാൻ പറ്റുന്നത് അഗ്നിപർവ്വത ജന്യമായ ശിലകളെയാണ് ആഗ്നേയശില എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സസ്യ ജന്തു ജാലങ്ങൾ, സസ്യജന്തുക്കളിലെ അവശിഷ്ടങ്ങൾ ചേർന്നുണ്ടാകുന്ന ശിലയാണ് അവസാദശില എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ആഗ്നേയശിലകൾക്കും അവസാദ ശിലകൾക്കും രൂപഭേദം സംഭവിച്ചുണ്ടാകുന്ന ശിലകളെയാണ് കായാന്തരിത ശിലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ 3 തരം ശിലകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ശിലാഫലകങ്ങൾ, ശിലാമണ്ഡലം. അടുത്ത് നോക്കുക, ശിലാമണ്ഡലങ്ങളുടെ ഫലമായിട്ടാണ് ശിലാഫലകങ്ങൾ ഉണ്ടാകുന്നത്. അതായത് നമ്മൾ ഒരു പുഴുങ്ങിയ മുട്ട, ആ മുട്ട എടുത്തിട്ട് നമ്മളൊന്ന് പൊട്ടിക്കുമ്പോൾ, തട്ട് കൊടുക്കുമ്പോൾ അത് പല പൊട്ടലായിട്ട് മാറുന്നത് പോലെ ശിലാമണ്ഡലം വിവിധ ഭാഗങ്ങളായിട്ട് മാറുന്നു. എങ്ങനെയാണ് ശിലാമണ്ഡലങ്ങൾ വലുതും ചെറുതുമായ വിവിധ ഭാഗങ്ങളായിട്ട് മാറുന്നു. ഇതിനെയാണ് ശിലാഫലകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 100 കിലോമീറ്റർ വരെയാണ് ശരാശരി കനമതിന്. അങ്ങനെയുള്ള വലുതും ചെറുതുമായ അനേകം ശിലാഫലകങ്ങളുണ്ട്. അതില് 7 വലിയ ശിലാഫലകങ്ങളാണ്. ആസ്ട്രേലിയൻ ഫലകം,
പസഫിക് ഫലകം, വടക്കേ അമേരിക്കൻ ഫലകം, യൂറോപ്യൻ ഫലകം, ആഫ്രിക്കൻ ഫലകം, തെക്കേ അമേരിക്കൻ ഫലകം, അന്റാർട്ടിക് ഫലകം. ഇതാണ് 7 വലിയ ഫലകങ്ങൾ. അതിൽ ഏറ്റവും വലിയ ഫലകം എന്ന് ചോദിച്ചാൽ പസഫിക് ഫലകമാണ് ഏറ്റവും വലിയ ശിലാഫലകം. അപ്പോൾ എന്താ പറയുക, ശിലാമണ്ഡലം വിവിധ ഭാഗങ്ങളായിട്ട് സ്ഥിതി ചെയ്യുന്നു. അതിനെയാണ് ശിലാഫലകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് പ്രധാനമായും വലുതും ചെറുതുമായിട്ട് അനേകമുണ്ട് എങ്കിലും വലുത് 7 എണ്ണമാണുള്ളത്. ഒന്നാമത്തേത് ഏതാണ്? ഒന്നാമത്തേത് ആസ്ട്രേലിയൻ ഫലകം, 2 പസഫിക് ഫലകം, 3 വടക്കേ അമേരിക്കൻ ഫലകം, 4 യൂറോപ്യൻ ഫലകം, 5 ആഫ്രിക്കൻ ഫലകം, 6 തെക്കേ അമേരിക്കൻ ഫലകം, 7 അന്റാർട്ടിക് ഫലകം. ഇതുകൂടാതെ അനേകം ചെറുഫലകങ്ങളുണ്ട്. അതിന് ഉദാഹരണമാണ് ഫിലിപ്പൈൻ, കോക്കേസ്, അതുപോലെ നാസ്ക, കരീബിയൻ, സ്കോഷ്യ, അറേബ്യ എന്നിവ ശിലാഫലങ്ങൾ, ചെറിയ ശിലാഫലങ്ങൾക്ക് ഉദാഹരണമാണ്. ഇതില് വൻകരകളെ ഉൾക്കൊള്ളുന്ന ഫലകങ്ങളെ വൻകര ഫലകങ്ങളെന്നും, സമുദ്രം അല്ലെ കടൽത്തറ ഉൾക്കൊള്ളുന്ന ഫലകത്തെ സമുദ്ര ഫലകങ്ങളെന്നും പറയാറുണ്ട്. വൻകരകൾ ഉൾക്കൊള്ളുന്നതിനെ വൻകര ഫലകങ്ങളെന്നും സമുദ്രം ഉൾക്കൊള്ളുന്നതിനെ സമുദ്ര ഫലകമെന്നും വിളിക്കാറുണ്ട്. അതിൽ സമുദ്രഫലകത്തിന് ഉദാഹരണമാണ് പസഫിക്. ഏറ്റവും വലിയ ഫലകമാണ് പസഫിക്. ഏറ്റവും അധികം ഭൂമിയിൽ കാണപ്പെടുന്നത് ജലമാണ്. ഭൂമിയിൽ 3/2 ജലമാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ഫലകവും ഏതാണ്? ഒരു സമുദ്ര ഫലകമാണ് എന്ന് നമ്മൾ സാന്ദർഭികമായിട്ട് ഓർത്തു വെക്കുക. എന്തായാലും നമുക്ക് ഈ ചാപ്റ്റർ ഒരു ക്ലാസ് കൊണ്ട് തീർക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭാഗം വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് ഇത് ഭംഗിയായിട്ട് എഴുതാൻ കഴിയും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കും എന്ന് അറിയിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ. അടുത്ത ഇതിൻ്റെ ബാക്കി ഭാഗം ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.